കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്നോ, ഒരു താറാമുട്ടയും മുരിങ്ങയിലയും കൂടി ഒരു അപ്പം ഉണ്ടാക്കിയാലോ. അതെന്തൊക്കെ വേണമെന്നുള്ള കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് മുരിങ്ങയില വേണം, തേങ്ങാപ്പീര വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം, കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉള്ളി വേണം. ഇതെല്ലാം കൂടെ ചതച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണം. എല്ലാം കൂടി ചതച്ച് മിക്സ് ചെയ്ത് മുരിങ്ങയിലയിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു താറാമുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. താറാമുട്ട ഇതിലോട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. എളുപ്പമുള്ളതാട്ടോ, അത് നല്ല വൈറ്റമിൻ ഉള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കും. വൈറ്റമിനാണ് മുരിങ്ങയില, അറിയാമല്ലോ. ഞാൻ പറയാറുണ്ടല്ലോ, മുരിങ്ങയില ഗുണങ്ങൾ കണ്ണിന് കാഴ്ച കിട്ടണ ഏറ്റവും നല്ലൊരു സംഭവമാണ്. എന്താ പറയുക, അപ്പം ഉണ്ടാക്കാനായിട്ട്. ഇത് അപ്പം ഉണ്ടാക്കി കഴിക്കുക, തോരൻ ഉണ്ടാക്കി കഴിക്കുക. തോരൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു അപ്പം ഉണ്ടാക്കണം. നമുക്കിത് ചോറിനും കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ അപ്പത്തിനോ എല്ലാം കഴിക്കാം. നല്ല അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വരട്ടി ചൂടായിക്കൊണ്ടിരിക്കാൻ നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു ഡിഷാണ് കേട്ടോ. ഇതിലേക്ക് എന്നിട്ട് അതിങ്ങനെ പരത്തിയെടുക്കണം. നമ്മൾ പിസ്സയ്ക്ക് പരത്തില്ല, അതുപോലെ പരത്തി പിസ്സ ഉണ്ടാക്കണം. അത് മുരിങ്ങയില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, തേങ്ങാപ്പീര. തേങ്ങാപ്പീര ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. തേങ്ങാപ്പീര ഇട്ടാൽ കുറച്ചുകൂടി, തേങ്ങ ചെറിയത് കുറച്ചിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. മൊരിയിച്ചെടുക്കണം. അപ്പം പോലെ ആക്കി മൊരിയിച്ചെടുക്കും. സിം കൂട്ടിക്ക് കേട്ടോ. മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. പെട്ടെന്നാവും കേട്ടോ. അതുപോലെ ഞാൻ അയില മുളക് വരട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കാനുള്ളതാണ്. വാഴയിലയിൽ വെച്ച് പൊള്ളിക്കുക അയില കേട്ടോ. അതും കാണിച്ചു തരാം. ആദ്യമേ ഇത് ഇന്നത്തെ ചോറിൻ്റെ കറിയാണ്. ഉച്ചത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറിന് ഉണ്ടാക്കിയതാണ്. ഇത് സ്പെഷ്യൽ ഐറ്റം കേട്ടോ. ഇത് രക്ഷയില്ല, നല്ലൊരു വൈറ്റമിൻ ഉള്ള ഒരു സാധനമാണ് മുരിങ്ങയില. പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ അമ്മമാർ മുരിങ്ങയില ധാരാളം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് അവരുടെ കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴുള്ള കുട്ടികൾ ജനിച്ചു വരുമ്പോൾ 1 വയസ്സാകുമ്പോഴേക്കും കണ്ടോ കണ്ണട വയ്ക്കുന്ന ഇത് കണ്ട. മുരിങ്ങയില, പയറിൻ്റെ ഇല, പയറില്ലേ, പയർ നട്ട അതിൻ്റെ ഇലകൾ, ചീരയില, പിന്നെ പച്ചപ്പയർ മുളപ്പിച്ച് അതൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ കണ്ണിന് ഭയങ്കര കാഴ്ചശക്തി ആയിരിക്കും. മുരിങ്ങ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറിച്ചിടാം കേട്ടോ. മാതിരി മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കാനും നല്ല. ബർഗർ ഉണ്ടാക്കും, പണ്ടൊക്കെ ബർഗർ ഉണ്ടാക്കില്ലേ, ബർഗറിൻ്റെ ഉള്ളിലും വെക്കാൻ നല്ലതാണ് കേട്ടോ. നല്ല കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയുള്ള പരിപാടി വേണ്ട, ഇത്രയുള്ള പരിപാടി കേട്ടോ. നമ്മൾ ഇന്നൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ഒക്കെ കാണിച്ചാലും ഇത്രയുള്ള പരിപാടി. ഇഷ്ടപ്പെട്ടോ വീഡിയോ? എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തണേ, മറന്നു പോകരുത് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ എല്ലാം ജെനുവിനായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ, അല്ലാണ്ട് ഞാൻ
പുറത്തൊന്നും ഉണ്ടാക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് സ്നേഹമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, കഴിച്ചു നോക്കാം. അടിപൊളി ഡിഷാണ്. ഓക്കെ, ബൈ.